ഈ ഡിസംബർ 25 ക്രിസ്മസിന് റിലീസായ നിവിൻ പോളിയും അജു വർഗീസും കുറച്ചു കാലത്തിന് ശേഷം കോംബോയിൽ എത്തിയ സർവം മായ എന്ന സിനിമയെക്കുറിച്ചാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സിനിമകളുടെ ഒരു ചെറിയൊരു കുഞ്ഞി, അങ്ങനെ വലിയൊരു ഇതല്ല, ചെറിയൊരു ഷെയ്ഡ് എവിടേക്ക് പോകുന്ന പോലെ തോന്നി. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ തന്നെ ഒരു കൊല്ലം പോയ പോക്കേ, ഈ സീൻ എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ? നമ്മുടെ പുണ്യാളൻ അഗർബത്തീസിൽ ജയസൂര്യയും അജു വർഗീസും കോംബോയിൽ വന്ന ഈ സീനാണ് എല്ലാ വർഷവും അവസാനം വരുമ്പോൾ മിക്കവരും സ്റ്റാറ്റസിലൊക്കെ വരാറുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പോണത് അജു വർഗീസും ജയസൂര്യയും തമ്മിലുള്ള കോംബോയെ കുറിച്ചല്ല. ഈ ഡിസംബർ 25 ക്രിസ്മസിന് റിലീസായ നിവിൻ പോളിയും അജു വർഗീസും കുറച്ചു കാലത്തിന് ശേഷം കോംബോയിൽ എത്തിയ സർവം മായ എന്ന സിനിമയെക്കുറിച്ചാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വൈഫിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളിവിടെ ചെറായി അയ്യമ്പള്ളിയിലെ കെ എസ് സിനിമാസിൽ ഇവിടെ വരുമ്പോൾ എപ്പോഴും പോകുന്നത് അവിടെയാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഈ സർവം മായ എന്ന് പറഞ്ഞ സിനിമ കണ്ട്. ഈ സിനിമ കണ്ട് വീട്ടിൽ വന്ന വശം തന്നെ ഞാൻ ആദ്യം ചെയ്ത് ലാപ്ടോപ്പ് എടുത്തിട്ട് വിക്കിപീഡിയ നോക്കിയിട്ട് ഇതിലെ നായിക കഥാപാത്രം റിയ ഷിബു അതാരാണെന്നാണ് ഞാൻ നോക്കിയത്. അപ്പോൾ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യും. മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിൽ തമിഴിലൊക്കെ ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ടൊക്കെ ചെയ്ത തമീൻ ഫിലിംസിൻ്റെ ഷിബു തമീൻസ് എന്ന് പറഞ്ഞ പ്രൊഡ്യൂസറുടെ മകളാണ് റിയ ഷിബു. ഇവരുടെ പേരും പ്രൊഡ്യൂസറുടെ ലിസ്റ്റിൽ ഈ അടുത്ത് മുറൈ എന്ന് പറഞ്ഞ സിനിമയിലും അതുപോലെ തന്നെ വേറെ തമിഴ് പടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ നിവിൻ പോളി, നമ്മൾ പറയാറില്ലേ ലാലേട്ടനെയും മമ്മൂക്കയൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുപോലെയാണ് നിവിൻ പോളി ഈ പടത്തിൽ. നിവിൻ പോളിയിൽ നമുക്ക് ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. നിവിൻ പോളി അജു വർഗീസ് തമ്മിലുള്ള കോംബോ അടിപൊളി. അവർ തമ്മിലുള്ള കുറേ സിറ്റുവേഷണൽ കോമഡികളൊക്കെ ഉണ്ട്. അജു വർഗീസ് നല്ല രസമാണ് ഈ പടത്തിൽ. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു അടിപൊളി സിനിമ കണ്ട ഒരു വലിയൊരു സന്തോഷം. ഇതൊരു ഹൊറർ കോമഡി വിഭാഗത്തിൽ പെടുന്നൊരു സിനിമയാണ്. പക്ഷെ നമുക്ക് ധൈര്യമായിട്ട് ഫാമിലിയും പിള്ളേരൊക്കെ ആയിട്ട് പോയിട്ടൊന്ന് കാണാം. അത്രയ്ക്ക് രസമായിട്ടാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ സാധാരണ പ്രേതപടം കാണാൻ പോകുമ്പോൾ പേടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ചിരിച്ച് രസിച്ച് ആദ്യ അവസാനം വരെ കാണാൻ പറ്റുന്നൊരു പടമാണ്. അഖിൽ സത്യനാണ് സിനിമ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ നിരവധി താരങ്ങൾ ഇതിൽ ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്ന് പോകുന്നുണ്ട്. നമ്മുടെ അൽതാഫ് സലീം, അതുപോലെ മറിമായത്തിലെ താരങ്ങൾ, പിന്നെ അൽഫോൺസ് പുത്രൻ ഒരു ചെറിയ ഭാഗത്തിൽ വരുന്നുണ്ട്. അത് ഗംഭീരമായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ താരങ്ങളും തന്നെ നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. രഘുനാഥ് പലേരി, അതുപോലെ ജനാർദ്ദനൊക്കെ നല്ല ഒരു റോളായിരുന്നു. പിന്നെ എടുത്തു പറയുന്നത് എനിക്ക് തോന്നിയത് മധു വാര്യരാണ്. നമ്മുടെ മഞ്ജു വാര്യരുടെ ബ്രദർ മധു വാര്യർ. അദ്ദേഹം ഇതിൽ നല്ല രസമായിരുന്നു. ഈ നിവിൻ പോളിയുടെ കണ്ടിരിക്കാൻ രസമാണെന്ന് പറയുന്ന പോലെ തന്നെ മധു വാര്യരെയും ഇതിൽ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ മൊത്തത്തിലൊരു നല്ലൊരു ഫീൽ ഗുഡ് ഫിലിമാണ്. നമുക്ക് ആദ്യ അവസാനം വരെ ഒട്ടും ബോറടിക്കാതെ ലാഗ് അടിക്കാതെ കണ്ട് രസിച്ചിരിക്കാൻ പറ്റിയ നല്ലൊരു ഹൊറർ കോമഡി ഫിലിം. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയാൻ നെഗറ്റീവൊന്നുമില്ല, മൊത്തത്തിൽ പോസിറ്റീവാണ്. എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് സിനിമകളുടെ ഒരു ചെറിയൊരു കുഞ്ഞി, അങ്ങനെ വലിയൊരു ഇതല്ല, ചെറിയൊരു ഷെയ്ഡ് എവിടേക്ക് പോകുന്ന പോലെ തോന്നി. സ്വാഭാവികമായിട്ടും ഒരു ഡയറക്ടറുടെ എല്ലാ പടങ്ങൾക്കും അവരുടെ മുൻകാല പടങ്ങളുടെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു ഫ്ലേവറൊക്കെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അതൊന്നും വലിയൊരു നെഗറ്റീവ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് സീനിലും വേറൊരു പടത്തിൻ്റെ ഒരു ചെറിയൊരു എനിക്ക് തോന്നിയ ഒരു ഇതാണ്, ചെറിയൊരു ഷെയ്ഡ് എന്തോ ഒരു ഇതുപോലെ തോന്നി. വേറെ അങ്ങനെ തോന്നില്ല. മൊത്തത്തിൽ നല്ലൊരു അടിപൊളി പടമാണ്. ഈ വർഷാവസാനത്തിൽ ഒരു നല്ലൊരു സിനിമ, നല്ലൊരു മലയാള സിനിമ കണ്ട ഒരു വലിയൊരു സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് തിയേറ്ററിൽ പോയി കാണണം. നല്ല നല്ല മെസ്സേജുകളുണ്ട് ഈ പടത്തിൽ. അപ്പോൾ സന്തോഷം.
സർവമായ.